അതൊരു വികാരമാണെന്ന് വെറുതെ പറയുന്നതല്ല. ലോകത്തെവിടെയുമുള്ള മലയാളിയും ഓണക്കാലത്ത് ഓർമ്മകൾ കൊണ്ടെങ്കിലും സ്വന്തം വീട്ടിലെത്തും. ചെറുപ്പത്തിൽ കൂട്ടുകാരുമൊത്ത് പോന്നുള്ളാൻ പോയ തൊടിയിലും ഇലയിൽ വിളമ്പിയ സ്നേഹസദ്യയിലും നാട്ടിലെ ഓണാഘോഷങ്ങളിലുമൊക്കെയായി അവരുടെ മനസ്സ് ഓണത്തുമ്പിയെപ്പോലെ പറന്നു നടക്കും. ഓണവുമായി ബന്ധപ്പെട്ട് എത്രയെത്ര കഥകളും ഐതിഹ്യങ്ങളും ആചാരങ്ങളും ആഘോഷങ്ങളുമാണ് നമ്മുടെ നാട്ടിൽ. ഓരോ മലയാളിയും ഓണത്തെക്കുറിച്ച് എന്തെല്ലാം സ്വപ്നങ്ങൾ ചെറുപ്പകാലത്ത് നെയ്തിരിക്കും. ഇന്ന് തിരുവോണം. ഓണത്തെക്കുറിച്ചാണ് ഇന്നത്തെ അറിവിൻ്റെ പാഠപുസ്തകം. ഓണത്തിൻ്റെ ഉത്ഭവത്തെക്കുറിച്ച് ചരിത്ര ഗവേഷകർക്കിടയിൽ വേറിട്ട അഭിപ്രായങ്ങളാണുള്ളത്. അവയിൽ പ്രധാനപ്പെട്ടവ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. പണ്ട് കേരള ചക്രവർത്തിയുടെ ആസ്ഥാനമായിരുന്നു തൃക്കാക്കര. വർഷം തോറും തൃക്കാക്കരയപ്പൻ്റെ തിരുനാളായ ചിങ്ങമാസത്തിലെ ഓണം ആഘോഷിക്കാൻ സാമന്തന്മാരായ നാടുവഴികളെ അവിടേക്ക് ക്ഷണിച്ചു വരുത്തുന്ന പതിവുണ്ടായിരുന്നു. പിന്നീട് തലസ്ഥാനം തിരുവഞ്ചിക്കുളത്തേക്ക് മാറ്റുകയുണ്ടായി. ഓണാഘോഷം എല്ലാവർക്കും അവരവരുടെ വീടുകളിലാവാം എന്നും നിശ്ചയിച്ചു. ബുദ്ധമതത്തിൻ്റെ സംഭാവനയാണ് ഓണം എന്നൊരു വാദമുണ്ട്. ചിങ്ങമാസത്തിൻ്റെ ശ്രാവണ മാസമെന്ന പേര് ബുദ്ധൻ്റെ മഞ്ഞ വസ്ത്രവും ഓണക്കോടിയുമായി നൽകുന്ന മഞ്ഞമുണ്ടും തമ്മിലുള്ള സാദൃശ്യം മാവേലിക്കരയെന്ന മഹാബലിക്കരയുടെ സമീപ പ്രദേശങ്ങളിൽ നിന്ന് കണ്ടെടുത്ത പഴയ ബുദ്ധവിഗ്രഹങ്ങൾ, ബുദ്ധൻ്റെ അനുയായിയായിരുന്നു മഹാബലി എന്ന വിശ്വാസം തുടങ്ങിയവയൊക്കെ ഈ വാദത്തിന് ബലം നൽകുന്നവയാണ്. കേരളത്തിലെ വിളവെടുപ്പ് ഉത്സവമാണ് ഓണം എന്നതാണ് മറ്റൊരു പ്രധാന വിശ്വാസം. എന്നാൽ ചിങ്ങമാസത്തിൽ മാത്രമല്ല കേരളത്തിൽ കൊയ്ത്ത് നടക്കാറുള്ളത് എന്നതുകൊണ്ട് ഓണത്തെ വിളവെടുപ്പ് ഉത്സവം എന്ന് വിളിക്കുന്നത് പൂർണ്ണമായും ശരിയല്ല എന്ന് അഭിപ്രായമുള്ള ചരിത്ര ഗവേഷകരുണ്ട്. മലബാറിൽ വർഷപ്പിറവി കണക്കാക്കിയിരുന്ന ദിവസമാണ് ഓണം എന്നതാണ് മറ്റൊരു ചരിത്രവാദം. പരശുരാമൻ്റെ കേരളം സന്ദർശനത്തിൻ്റെ സ്മരണയാണ് ഓണം എന്നൊരു വിശ്വാസവും ഉണ്ട്. ചേരമാൻ പെരുമാൾ മക്കയിലേക്ക് യാത്ര പുറപ്പെട്ട ദിവസത്തിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഓണം ആഘോഷിക്കുന്നതെന്നാണ് മറ്റൊരു വിശ്വാസം. AD 10-ാം നൂറ്റാണ്ടിൽ മാമാങ്കത്തിൻ്റെ തീരുമാനമനുസരിച്ച് ബുദ്ധമതത്തെ തടയാനായി ഭാസ്കര രവിവർമ്മനാണ് ഓണം ആഘോഷിക്കാൻ വിളംബരം നടത്തിയതെന്നും ചില ചരിത്ര പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നുണ്ട്. ആര്യന്മാർ ദ്രാവിഡരെ തോൽപ്പിച്ചതിൻ്റെ സ്മരണയ്ക്ക് ആരംഭിച്ചതാണ് ഓണം എന്ന വാദത്തെ മഹാബലി കഥയുമായി ബന്ധപ്പെടുത്തി പറയാറുണ്ട്. ദേവന്മാർ ആര്യന്മാരും അസുരന്മാർ ദ്രാവിഡന്മാരും ആണെന്നാണ് ഈ വാദത്തെ പിന്തുണയ്ക്കുന്നവർ വിശ്വസിക്കുന്നത്. എറണാകുളം ജില്ലയിലെ ഇടപ്പള്ളിക്കടുത്താണ് തൃക്കാക്കര. മഹാബലിയെ വാമനൻ ചവിട്ടിത്താഴ്ത്തിയത് ഇവിടെ വെച്ചെന്നാണ് ഐതിഹ്യം. തൃക്കാൽക്കരയാണത്രേ, അതായത് വാമനൻ്റെ കാൽ പതിഞ്ഞ സ്ഥലം, അതാണ് തൃക്കാക്കര ആയത് എന്നൊരു വിശ്വാസമുണ്ട്. കാൽക്കരെ എന്നൊരു രാജ്യമുണ്ടായിരുന്നുവെന്നും അവിടെ ഭരിച്ച മഹാബലി പെരുമാളാണ് ഓണാഘോഷം തുടങ്ങി വെച്ചതെന്നുമാണ് ചില ചരിത്രകാരന്മാരുടെ പക്ഷം. തൃക്കാക്കരയിൽ ആദ്യകാലത്ത് ശിവക്ഷേത്രമേ ഉണ്ടായിരുന്നുള്ളൂവെന്നും മഹാവിഷ്ണുവിനെ പ്രതിഷ്ഠിച്ചത് പിന്നീടാണെന്നും പറയപ്പെടുന്നു. തൃക്കാക്കരയിലെ വിഷ്ണു ക്ഷേത്രത്തിൽ കർക്കടകത്തിലെ തിരുവോണം മുതൽ ചിങ്ങത്തിലെ തിരുവോണം വരെ 28 ദിവസത്തെ ഓണാഘോഷം പതിവുണ്ടായിരുന്നു. അവസാന 10 ദിവസം മഹോത്സവമായി കൊണ്ടാടിയ ആ
ഓണാഘോഷത്തിൽ കേരളത്തിലെ രാജാക്കന്മാരെല്ലാം പങ്കെടുത്തിരുന്നുവത്രേ. ഇനി മറ്റൊരു വിശേഷപ്പെട്ട വർത്തമാനം കേൾക്കൂ. അസീറിയ, ബാബിലോണിയ തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നും അവിടെയൊക്കെ ഉണ്ടായിരുന്ന ഒരു ആഘോഷമായിരുന്നു ഓണമെന്ന് ചില ചരിത്ര പണ്ഡിതന്മാർ പറയുന്നു. അവർ പറയാൻ കാരണം, പുരാണങ്ങൾ അനുസരിച്ച് മഹാബലിയുടെ പുത്രനായ ബാണൻ്റെ രാജധാനി ഇന്നത്തെ അസീറിയയാണെന്നും അവിടുത്തെ ജനങ്ങളാണ് അസുരന്മാരെന്നും NV കൃഷ്ണവാര്യർ കലോത്സവം എന്ന കൃതിയിൽ പറയുന്നു. ബാണൻ്റെ അച്ഛനായ മഹാബലിയുടെ രാജധാനിയും അവിടെയാണ്. അവിടെ ഉത്ഭവിച്ച ഓണം ഇന്ത്യയുടെ നാനാഭാഗങ്ങളിലേക്കും വ്യാപിച്ചു. തമിഴ്നാട്ടിലും ആന്ധ്രയിലും കർണാടകയിലും വേരുറച്ച ശേഷം ഓണം കേരളത്തിലേക്ക് കടന്നു. ഇതൊക്കെയാണ് NV കൃഷ്ണവാര്യരുടെ നിഗമനം. അതാണ് മേൽപ്പറഞ്ഞ പുസ്തകത്തിൽ എഴുതിയിട്ടുള്ളത്. 3 ശാസനങ്ങളിൽ ഓണത്തെക്കുറിച്ച് പരാമർശമുണ്ട്. ഓണം ആഘോഷിക്കാനായി ഭൂമിയോ മറ്റ് വസ്തുക്കളോ നൽകിയതിൻ്റെ വിവരണമാണ് ഈ ശാസനങ്ങളിലുള്ളത്. AD 861 സ്ഥാണു രവിവർമ്മയുടെ ശാസനമാണ് ഓണത്തെപ്പറ്റി പറയുന്ന ഏറ്റവും പ്രാചീനമായ ഒരു രേഖ. 10ാം നൂറ്റാണ്ടിലെ ഭാസ്കര രവിവർമ്മയുടെ തൃക്കാക്കര ശാസനം, 11ാം നൂറ്റാണ്ടിലെ ശ്രീ വല്ലഭ ശാസനം എന്നിവയാണ് മറ്റ് ശാസനങ്ങൾ. ഈ ശാസനങ്ങളിലെല്ലാം ഓണത്തെ ഒരു ക്ഷേത്രച്ചടങ്ങ് മാത്രമായാണ് പറഞ്ഞിരിക്കുന്നത്. സംഘകാലത്തും മറ്റും ദക്ഷിണേന്ത്യ മുഴുവൻ ഓണം ആഘോഷിച്ചിരുന്നു. സംഘകാല കൃതികളിൽ ഒന്നായ പത്തുപ്പാട്ടിൽ ഉൾപ്പെട്ട മധുരൈ കാഞ്ചി എന്ന കൃതിയിൽ ഓണാഘോഷത്തെപ്പറ്റി പറയുന്നുണ്ട്. മധുരയിൽ വലിയ ആഘോഷമായി തന്നെ ഓണം കൊണ്ടാടിയിരുന്നു അത്രേ. നമ്മുടെ മഹാബലി കഥ തന്നെയായിരുന്നു അവിടുത്തെ ഓണത്തിൻ്റെയും അടിസ്ഥാനം. 7 ദിവസമായിരുന്നു അവിടെ അക്കാലത്ത് ഓണാഘോഷം. പണ്ടത്തെ കായംകുളം രാജ്യമാണ് ഓണനാട് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത്. ഓണാട്, ഓടനാട് തുടങ്ങിയ പേരുകളിലും അത് അറിയപ്പെട്ടിരുന്നു. ഇന്നത്തെ ഓണാട്ടുകരയും അതുതന്നെയാണ്. പണ്ട് അവിടെ ഓണപ്പടയും തിരുവോണ മഹോത്സവവും നടത്തിയിരുന്നു. ഓണാട്ടുകരയിലെ ഒരു പ്രധാന സ്ഥലമാണ് മാവേലിക്കര. ഈ 2 സ്ഥലപ്പേരുകൾക്കും ഓണവുമായി ബന്ധമുണ്ട്. മഹാബലിക്കരയാണ് മാവേലിക്കരയായത് എന്ന് പറയപ്പെടുന്നു. മഹാബലി ബാണ അതിരായർ സ്ഥാപിച്ച നാട്ടുരാജ്യത്തിൻ്റെ തെക്കേ അതിർത്തിയായിരുന്നു ഇവിടം. 16ാം നൂറ്റാണ്ടിൽ കേരളത്തിലെത്തിയ ജേക്കബ് ഫിനിഷ്യോ എന്ന പോർട്ടുഗീസ് വൈദികൻ നമുക്കറിയാവുന്ന മാവേലി കഥയ്ക്കൊപ്പം മാവേലിയെ മഹാവിഷ്ണു സ്വർഗത്തിൻ്റെ കാവൽക്കാരനാക്കി എന്നൊരു കഥ കൂടി പറയുന്നുണ്ട്. 18ാം നൂറ്റാണ്ടിൻ്റെ അവസാനം കേരളത്തിലുണ്ടായിരുന്ന ബർത്തോലോമിയോയുടെ കുറിപ്പുകളിൽ 8 ദിവസത്തെ ആഘോഷമാണ് ഓണം. ഓണക്കാലത്ത് കൊലക്കുറ്റത്തിന് ശിക്ഷ നൽകാറില്ല എന്നുമാണ് 19ാം നൂറ്റാണ്ടിൽ ഫ്രാൻസിസ് ബുക്കാനൻ രേഖപ്പെടുത്തിയിരിക്കുന്നത്. കൊച്ചിയെക്കുറിച്ച് പുസ്തകമെഴുതിയ ഫ്രാൻസിസ് ഡേ ഓണക്കാലത്ത് കേരളം സന്ദർശിക്കുന്നത് മഹാവിഷ്ണുവാണെന്ന് പറയുന്നു. മഹാബലിയെക്കുറിച്ച് പരാമർശമേ ഇല്ല. ജർമ്മൻകാരനായ ഹെർമൻ ഗുണ്ടട്ടിൻ്റെ നിഘണ്ടുവിൽ പരശുരാമൻ കേരളം സന്ദർശിക്കുന്നതാണ് ഓണത്തിൻ്റെ പിന്നിലെ ഐതിഹ്യമെന്നും എഴുതിയിരിക്കുന്നു. മഹാബലിയെ വാമനൻ പറഞ്ഞയച്ച പാതാളം കേരളമാണെന്ന് വിശ്വസിക്കുന്ന ചില ചരിത്ര ഗവേഷകരുമുണ്ട്. അവരുടെ അഭിപ്രായത്തിൽ പുരാതന ഭാരതത്തിലെ ഉത്തര, മധ്യ, ദക്ഷിണ മേഖലകൾ അടക്കി ഭരിച്ചിരുന്ന ചക്രവർത്തിയായിരുന്നു മഹാബലി. ഈ നിഗമനത്തെ മാവേലി കഥയുമായി ചേർത്ത് വായിച്ചാൽ ആ അധികരണമെല്ലാം, അതായത് അധികാരങ്ങളെല്ലാം പിടിച്ചെടുത്ത് അദ്ദേഹത്തെ കേരളത്തിലേക്ക് പറഞ്ഞുവിട്ടെന്നും വർഷാവർഷം കേരളത്തിൻ്റെ വടക്കുള്ള പ്രദേശങ്ങൾ കാണാനുള്ള അനുമതി നൽകിയെന്നും ഉള്ള ഒരു വ്യാഖ്യാനമാണ് ചില പണ്ഡിതർ ചൂണ്ടിക്കാണിക്കുന്നത്. മഹാബലിയെ വാമനൻ പാതാളത്തിലേക്ക് അയച്ച കഥ നമ്മുടെ വേദങ്ങളിലും പുരാണങ്ങളിലുമൊക്കെ പലതരത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. മഹാവിഷ്ണു 3 ചുവട് വെച്ച കാര്യമേ
മഹാബലി കഥയുമായി ബന്ധപ്പെട്ട് വേദങ്ങളിലുള്ളൂ. വാമനനെക്കുറിച്ചോ മഹാബലിയെക്കുറിച്ചോ ഒന്നും പറയുന്നില്ല. വേദങ്ങളുടെ വ്യാഖ്യാനമായ ബ്രാഹ്മണങ്ങളിലേക്ക് എത്തുമ്പോൾ അസുരന്മാരുടെ കയ്യിൽ നിന്ന് ഭൂമി തിരിച്ചെടുക്കാൻ മഹാവിഷ്ണു അവതാരമെടുത്തതായി കാണാം. മഹാഭാരതത്തിലാണ് മഹാബലി കടന്നു വരുന്നത്. രാമായണത്തിലും ബലിയുടെ കഥയുണ്ട്. വാമനന് ദാനം നൽകുന്നതിൽ നിന്ന് അസുരഗുരു ശുക്രാചാര്യർ ബലിയെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നതും അപ്പോൾ മഹാവിഷ്ണുവിൻ്റെ വാഹനമായ ഗരുഡൻ ശുക്രാചാര്യരെ ആക്രമിക്കുന്നതുമൊക്കെ രാമായണത്തിലും പറയുന്നുണ്ട്. എന്നാൽ വാമനൻ ബലിയുടെ ശിരസിൽ മൂന്നാമത്തെ ചുവട് വയ്ക്കുന്നതായി അതിൽ പറയുന്നില്ല. പകരം മഹാവിഷ്ണുവിൻ്റെ വിശ്വരൂപം കണ്ട് മഹാബലി പൂജ ചെയ്യുന്നതായാണ് കഥ. ഇന്ന് പ്രചാരത്തിലുള്ള മഹാബലി കഥയുമായി ഏറ്റവും അടുത്ത് നിൽക്കുന്ന കഥ വരുന്നത് പക്ഷേ ഭാഗവതത്തിലാണ്. ഇങ്ങനെ പല രൂപത്തിലാണ് ഓണസങ്കല്പവും ഓണവുമായി ബന്ധപ്പെട്ട കഥകളും. എന്തായാലും മലയാളിയെ സംബന്ധിച്ചിടത്തോളം ഗൃഹാതുരത്വം പുതുക്കുന്നതും എന്നും ആവേശഭരിതമാക്കുന്നതുമാണ് ഓണം എന്നതിൽ സംശയമില്ല. ഓണത്തെക്കുറിച്ചുള്ള അറിവിൻ്റെ പാഠപുസ്തകം ഇവിടെ പൂർണ്ണമാകുന്നു. ഞാൻ വലിയശാല രാജു. അറിവിൻ്റെ പുതിയൊരു എപ്പിസോഡുമായി ഇനി നാളെ.